നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വൈറസ് വ്യാപകമായി പടരുന്ന പശ്ചാത്തലത്തിൽ ഏറെ ജാഗ്രതയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം കടുത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് ഏറെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് പ്രവാസികൾക്ക് തന്നെയാണ്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ഒട്ടേറെ വിമാന സർവീസുകൾ നിർത്തിവെക്കുകയുണ്ടായി. ഇതിലൂടെ നാട്ടിലേക്ക് വരാനെന്ന പ്രവാസികളും നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോകാനെന്ന ഒത്തിരിയേറെ പ്രവാസികളുടെ യാത്ര അനിശ്ചിതത്വത്തിലായി. മതിയായ യാത്രക്കാരില്ലാത്തതിനാൽ അബുദാബി, ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, മംഗലാപുരം എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ അറേബ്യ, ഇത്തിഹാദ് എയർവേസ് എന്നീ എയർലൈനുകളുടെ ചില സർവീസുകൾ റദ്ദാക്കി. യാത്രക്കാരെ മറ്റ് സെക്ടറുകളിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോകുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. എയർലൈനിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അറിയിപ്പ് ലഭിക്കാത്തവർ വിമാന സമയത്തെക്കുറിച്ച് വിളിച്ചന്വേഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ വീട്ടിൽ നിന്ന് പുറപ്പെടാവൂ എന്നും വിവിധ എയർലൈനുകൾ അറിയിക്കുകയും ചെയ്തു. ഇതേസമയം ഈ മാസം 22-ന് ശേഷം ഒരാഴ്ചത്തേക്ക് രാജ്യാന്തര വിമാനങ്ങൾ പ്രവേശിപ്പിക്കില്ലെന്ന ഇന്ത്യയുടെ തീരുമാനം വന്നതോടെ കിട്ടിയ വിമാനത്തിൽ നാട്ടിലേക്ക് പോകാനുള്ള തിടുക്കവും ഇന്ത്യക്കാരിലുണ്ടെന്ന് വിവിധ ട്രാവൽ ഏജൻസികൾ അറിയിക്കുകയും ചെയ്തു. കാലാവധിയുള്ള വിസക്കാരും എത്രയും വേഗം നാട് പിടിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. എന്നാൽ സർവീസുകളിൽ മാറ്റം വന്നത് ഇങ്ങനെയാണ്. അബുദാബിയിൽ നിന്ന് രാത്രി 11:10 തിരുവനന്തപുരത്തേക്ക് പോകേണ്ട IX 538 വിമാനം റദ്ദാക്കിയിരിക്കുകയാണ്. ഈ യാത്രക്കാരെ 12:35 കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ അയക്കുകയും ചെയ്യും. ദുബായിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള IX 814 വിമാനത്തിലെയും മുംബൈയിലേക്കുള്ള IX 248 വിമാനത്തിലെയും യാത്രക്കാരെ 11:40 വിമാനത്തിൽ മുംബൈ വഴി മംഗലാപുരത്തേക്ക് അയക്കും. ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കും, അതായത് IX 412, മുംബൈയിലേക്കുള്ള IX 282 വിമാനങ്ങളിലെ യാത്രക്കാരെയും ഒരു വിമാനത്തിലാണ് നാട്ടിലെത്തിക്കുക. എയർ അറേബ്യയുടെ ഷാർജയിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂർ, നാഗാലാൻഡ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തിഹാദ് എയർവേസ് കൊച്ചിയിലേക്കുള്ള പ്രതിദിന സർവീസ് 2 കുറച്ചിരുന്നു. ഇതേ തുടർന്ന് കടുത്ത സംഘർഷത്തിലാണ് പ്രവാസികൾ ഏവരും. ജോലി നഷ്ടപ്പെടുമോ എന്ന സങ്കടവും ഇവരിൽ ഏറെയാണ്. അവധിക്കായി നാട്ടിലെത്തിയിട്ട് അവധി കഴിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് തിരിച്ചു പോകാനാകാതെ നാട്ടിൽ തന്നെ ഒരു ജോലിയുമില്ലാതെ കഴിഞ്ഞു പോരുന്നവർ അനവധിയാണ്. പ്രവാസ ലോകം കൊറോണയ്ക്ക് നോ പറയുന്നത് വരെ ഇനി പ്രവാസികൾ ഇവിടെ തന്നെ തുടരും. ഒപ്പം ഇന്ത്യയും രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. അതും 22 മുതൽ, അതായത് ഈ ഞായറാഴ്ച മുതൽ 28-ാം തീയതി വരെ റദ്ദാക്കിയ രാജ്യാന്തര വിമാനങ്ങൾ ഇനി 29-ന് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.